നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. അത് പ്രസ്റ്റീജിയസ് എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. കോൺഗ്രസിനെ എങ്ങനെയും പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ള മണ്ഡലം. കാരണം പാലക്കാട് MLA കാട്ടിക്കൂട്ടിയ വികൃതികൾ കേരളമൊട്ടാകെ കണ്ടതാണ്. പാലക്കാട് MLA പുറത്താക്കി എന്നൊക്കെ ചില വാദഗതികളെന്ന് പുറത്തോട്ട് വന്നെങ്കിലും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിൽ പോലും പഴകുളം മധുവിന്റെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായ MLA നമ്മൾ കണ്ടു കഴിഞ്ഞു. MLA ഇങ്ങനെ സജീവമായിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. ഏതായാലും അവിടെ സത്യത്തിൽ പാലക്കാട് ഒരു പഴയകാല പ്രവർത്തകനോ അല്ലെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾക്കോ വോട്ട് ചോദിച്ച് ചെല്ലാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. പകരം കോൺഗ്രസ് അവിടെ അവതരിപ്പിച്ചത് കൊമേഡിയനായ രമേശ് പിഷാരടിയാണ്. കാരണം വലിയ വലിയ സീരിയസ് കാര്യങ്ങളൊന്നും ചർച്ചയാക്കേണ്ട, ഇങ്ങനെ കോമഡി പറഞ്ഞുകൊണ്ട് പാലക്കാടുകാരെ വീണ്ടും പറ്റിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ ശ്രമം നടക്കുമ്പോൾ തന്നെ അത് മുതലാക്കാനുള്ള ചില ശ്രമങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് വ്യവസായിയായ, കാരണം വ്യവസായി ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ബന്ധങ്ങളുണ്ടാവും. അതുപോലെ തന്നെ മുസ്ലിമായ ഒരാൾ, കാരണം അതിനും വളരെ പ്രാധാന്യമുണ്ട്. മുസ്ലിമായ ഒരാൾ എന്ന് പറയുമ്പോൾ രമേശ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഷാഫി പറമ്പിലിനെ ഇഷ്ടപ്പെടുന്നവരുടെ മുസ്ലിം വോട്ടുകൾ അതൊരു വലിയ നിർണായക ഘടകമാണ്. മാത്രമല്ല എപ്പോഴും KM ഷാജി മതേതരൻ എന്ന് പറയുന്ന ഷാജി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, മതമാണ് 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 പ്രശ്നം എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മതം പ്രശ്നമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തും തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മതം ഒരു വലിയ പ്രശ്നമാണ്. കേരളത്തിലെ ഇടതുപക്ഷം ഉഴുതുമറിച്ചു എന്ന് പറയപ്പെടുന്ന, നവോത്ഥാനമുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ ഇന്നും ജാതി സമവാക്യങ്ങൾ തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് അരങ്ങു വാഴുന്നത്. ഇനി മതേതരരെന്ന് പറയുന്ന കോൺഗ്രസിന്റെ അവസ്ഥയോ, അവരുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളോടുള്ള അവരുടെ സമീപനം മാത്രമാണ് അവർക്ക് മതേതരമായിട്ടുള്ളത്. ഹിന്ദുവിന് അങ്ങനെ ഒരു കാര്യം അവകാശപ്പെടാനേ ഇല്ല എന്ന മട്ടിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അവർ നടത്തുന്നത്. എന്നാൽ മതേതരരായിരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സമൂഹമേ ഉള്ളൂ, ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ, അത് ഹിന്ദു സംസ്കാരം പിന്തുടരുന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കാലാകാലങ്ങളായി ഉണ്ടാക്കിയ പല നറേറ്റീവുകളും ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ ആ ദൗർബല്യം. കാരണം രാഹുൽ മാങ്കൂട്ടം അവിടെ മത്സരിച്ചപ്പോൾ ഷാഫിയുടെ സ്ഥാനാർത്ഥിയായാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഷാഫി പോയപ്പോൾ കിട്ടിയ പിരായിരിയിലെ വോട്ടുകൾ ഒരുപക്ഷെ രമേശ് പിഷാരടിക്ക് കിട്ടാനുള്ള സാഹചര്യമില്ല. ഒരുപക്ഷെ എന്നല്ല, അങ്ങനെ വോട്ടുകൾ കിട്ടാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വോട്ടുകൾ LDFിലേക്ക് ഒഴുകിയെത്തും എന്ന കാര്യത്തിലും സംശയമില്ല. ആ വെപ്രാളമാണ് പിഷാരടിയെ ഇപ്പോൾ മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ നോക്കൂ, അവിടെ ചർച്ചയാകേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ പാലക്കാട് വികസനമാണ്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന BJPയുടെ എക്കാലത്തെയും മികച്ച വനിതാ ലീഡർ അവർ, നമുക്കറിയാം കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇത്രയധികം പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു വനിത വേറെയില്ല. ജയിച്ചോ തോറ്റോ എന്നുള്ളത് മറ്റൊരു കാര്യം. കേരളത്തിൻ്റെ സമകാലീന രാഷ്ട്രീയ ചരിത്രത്തിൽ അവരൊരു മുഖമായി തിളങ്ങി തന്നെ നിൽക്കുകയാണ്. ഇടതിനോ വലതിനോ അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും കാലിബറുള്ള, അത്രയും രാഷ്ട്രീയ മുഖമായി നിൽക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അതിനുത്തരം. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ ചർച്ചയാക്കുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. 700 കോടിയുടെ വികസനം താൻ കൊണ്ടുവരാം എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ മമ്മൂട്ടിയെ കൊണ്ട് കാണിച്ചു തരാം എന്നാണ് പിഷാരടിയുടെ വാദം. പിഷാരടി ഈ ചെറിയ കുട്ടികൾ, അതായത് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളല്ല വോട്ട് ചെയ്യുന്നത്, 18 വയസ്സിന് മുകളിലുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ് വോട്ട് ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എവിടെയും കാണാവുന്ന ഒരാളാണ്. ഇത് തമിഴ്നാട്, പാലക്കാടിൻ്റെ അതിർത്തിയൊക്കെ ആണെങ്കിൽ പോലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നിരക്ഷരത അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അവർ ഈ സിനിമയെയും സിനിമാ താരങ്ങളെയും ഒക്കെ ദൈവങ്ങളായി കാണുന്ന സംസ്കാരമുള്ളവരാണ്. അവരങ്ങനെയാണ്, അവരുടെ ഒരു കൾച്ചർ അങ്ങനെ തന്നെയാണ്. പക്ഷേ കേരളത്തിലതല്ല, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനതയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മമ്മൂട്ടിയെ കാണിച്ചാൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി വരും, അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞാൽ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടിടത്ത് സിനിമയും കോമഡിയും വിഷയമാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ എത്രത്തോളം വോട്ട് നേടാൻ പിഷാരടിക്ക് കഴിയും എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന വനിതാ നേതാവ് പാലക്കാട് നിന്നും വിജയിച്ച് നിയമസഭയിലെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.
അതിനുള്ള കാലിബറും അവർക്കുണ്ട്.